Choose. Excuse me. Where is the managing director? ഇവിടെ ഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതല്ല, ഇത് വേറൊരു ബിസിനസ്സിനാണ്. എവിടെ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ? Step two. Step two. Are you the managing director of this firm? Yes. What do you want? I want to market a product. Yes. Sit down, please. Thank you. എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി? എന്റെ ഫാക്ടറി വളരെ ദൂരെയാണ്, ഇവിടെ അടുത്തൊന്നുമില്ല. വെൽ, നമുക്കതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ കോപ്പിറൈറ്ററെ കൂടെ വിളിക്കൂ. പ്ലീസ് കം. എന്താ നിങ്ങളുടെ പ്രോഡക്റ്റ്? ഇറ്റ്സ് എ ജാം. ഇറ്റ്സ് എ ജാം. ഗാദാ ജാം. ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ജാദാ ഗാം. സോറി, ഗാദാ ജാം. ഗാദാ ജാം. തന്റെ പേര് എന്നോ? It will be as sweet as you. She is your copywriter? Yes. എനിക്കെന്റെ ഗാഥയെ പറ്റി, ഐ മീൻ ഗാഥ ജാമിനെ പറ്റി, ജാമിന്റെ ഐ മീൻ ഈ കുറച്ച് ക്യാപ്ഷൻസ് ഈ കുട്ടിയെ കൊണ്ട് എഴുതിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. Oh yes, you can discuss. Please go. Okay. By the way, what's your name? ഹരിഹരയ്യർ. Oh. Excuse me. ജാദാ ഗാം. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാം, ബാക്കി കാര്യങ്ങൾ പുറത്ത് വെച്ച് സംസാരിക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബിസിനസ് ഈസ് ബിസിനസ്, അണ്ടർസ്റ്റാൻഡ്? എന്ത് ജാമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്ന് ചോദിച്ചാല് ചക്ക വരട്ടിയത്. വാട്ട്? ഓ, ജാക്ക് ഫ്രൂട്ട് ജാം. അഡ്വർടൈസ്മെന്റിന് പറ്റിയ ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വരൂ, ശരിയാക്കി വെക്കാം. I love you, Gada. Oh, I mean, Gada jam. അതത്ര ശരിയല്ല. Okay. Do you love me, Gada? Stupid. I mean, jam. You're sweet, Gada. You're beautiful, Gada. You're wonderful, Gada. Stop it. Jam. നിങ്ങൾ ഇതിന്റെ ക്യാപ്ഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. I want to do the marketing, designing. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചേക്കാം. You can go now. എനിക്ക് അല്പം പണിയുണ്ട്. Okay. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വേണമെന്നില്ല. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അന്വേഷിച്ചോണ്ടിരിക്കാം. വേണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. അതിനു മുമ്പ് ഒന്നും ശരിയാവൂല. ഇല്ല. ഓ, please love me, Gada. Yo, jump. ఏంటి? ഹലോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. അല്ല, ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാറിൽ വെച്ച് സംസാരിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ്. വേണ്ട. വേണ്ട. ഗാഥേ, എന്ത് പണിയായി കാണിച്ചത്? Leave me alone. നോക്ക, ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന സാധാരണമാണ്. അതിന് നീ വീട് വിട്ടിറങ്ങിപ്പോണോ? നമ്മൾ തമ്മിൽ പിണക്കമാണെന്ന് വിചാരിച്ച് നമ്മുടെ കുഞ്ഞെന്ത് പഠിച്ചു? പാവം അവിടെ കിടന്ന് കരയുന്നു. ഞാൻ നിന്റെ ഭർത്താവാണ് വിളിക്കുന്നത്, നീ കാറിൽ കയറ്. എനിക്ക് ഭർത്താവില്ല, കുഞ്ഞുമില്ല. ശല്യപ്പെടുത്താതെ പോണം. ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ ആ കുഞ്ഞെന്ത് പഠിച്ചു? പാവം. അയ്യേ, മലയാളീസ് ആണല്ലേ? അയ്യേ, നോക്ക്, ഇവര് മലയാളീസ് ആണ്. ഇവര് നമ്മൾ തമ്മിലുള്ള പടക്കം അറിയിക്കണ്ട. ഞാൻ പറയാം ചേട്ടാ, ഞാനൊരു സാരി ഞാൻ പറയാം ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതിന് വീടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുക. പാവം, ആ കുഞ്ഞവിടെ കിടന്ന് കരയുന്നു. ഭർത്താവല്ലേ വിളിക്കുന്നത്? ചെല്ലൂന്ന്. മലയാളീസ് നടക്കട്ടെ. ഈ ചേട്ടാ ഒന്ന് പറയാ. എന്താ കുഞ്ഞുങ്ങളെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? ചെല്ലേ, അങ്ങോട്ട്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു മറവ് പറ്റിപ്പോയി. നിനക്ക് ഒന്നല്ല, ഞാൻ 9 സാരി വാങ്ങിച്ചാൽ ഇപ്പൊ പൈസ എടുത്തില്ല. പിന്നെ വാങ്ങിച്ചാ വണ്ടി കയറാം. ചേട്ടാ ഒന്ന് പറയാ. എത്ര നേരമായിട്ട് പ്ലീസ് ഒന്നും മിണ്ടണ്ട ചേട്ടാ. ഒന്ന് എല്ലാരും കൂടെ ചേട്ടാ ഒന്ന് പിടിച്ച ഇതിനകത്തൊന്ന് കേട്ടി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കൊക്കെ വീട്ടിൽ ചെന്നാ മാറുന്നേ.
കേറ് ആ, ചേട്ടാ അങ്ങോട്ട് കേറി. താങ്ക് യു ചേട്ടാ താങ്ക് യു അടുത്ത ആ, കാണാം. ഓക്കെ ഓക്കെ ബൈ ബൈ ആ ശരി മര്യാദക്ക് വിളിച്ചപ്പോ വലിയ പോസ് അല്ലേ ഇപ്പൊ വന്നത് കണ്ടല്ലോ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്ക, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായെന്ന്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പൊന്നുമോൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ഈ പൊന്നുമോൻ കണ്ടുപിടിച്ച പെണ്ണാണ് ഈ നിൽക്കുന്ന പെൺകുട്ടി. ആഹാ, അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ ഗാഥ ഞാൻ എന്റെ ഹൃദയം തുറന്ന് നിന്നെ കാണിച്ചില്ലേ? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്.